ഭേദമന്യേ എല്ലാ നാട്ടിലും എല്ലാ മതവിഭാഗങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട്. കണ്ണേർ നീങ്ങിപ്പോകുന്നതിനായി ഉപ്പും മുളകുമൊക്കെ ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന ഒരു പതിവ്. ഇതൊരു നാട്ടാചാരമായി കണക്കാക്കുക, ഒരൊറ്റമൂലി നാട്ടറിവ്, ഒരു ചികിത്സ എന്നതുപോലെ കണക്കാക്കിയാൽ മതി. അല്ലാതെ ദീനിൽ അതിന് പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. ഈ പറഞ്ഞതുപോലെ സ്ഥലകാല ഭേദമന്യേ ജാതി മത ഭേദമന്യേ ജനങ്ങൾ ഇത് അനുഷ്ഠിച്ചു കാണുന്നു. അതുകൊണ്ടുള്ള പ്രയോജനവുമുണ്ടെന്ന് പറയപ്പെടുന്നു. വലിയ അശുദ്ധിക്ക് കുളിക്കുമ്പോൾ പാത്രത്തിൽ നിന്നും കപ്പ് കൊണ്ട് വെള്ളം മുക്കിയെടുക്കുമ്പോൾ എത്ര സൂക്ഷിച്ചാലും കൈ വെള്ളത്തിൽ തട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കുളി ശരിയാകുമോ? കുഞ്ഞഹമ്മദ് കാരക്കുറ്റി. ഒരു കാര്യം ചെയ്യുക, ആദ്യം അല്പം മുക്കിയെടുത്ത് വലിയ അശുദ്ധിയെ നീക്കുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകുക. അതിനുശേഷം പിന്നെ കൈ വെള്ളത്തിൽ മുങ്ങിയാലും കുഴപ്പമില്ല. പരമാവധി സൂക്ഷിക്കുക. കപ്പോ ബക്കറ്റോ ഒക്കെ ഉയർന്ന സ്ഥലത്ത് വെച്ച് കുളിക്കാൻ ശ്രമിക്കുക. വെള്ളം തെറിക്കാതിരിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സാധ്യമാകാത്ത കാര്യങ്ങളിൽ അവനെ പിടികൂടുന്നതല്ല. റബ്ബന ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിയാത്ത സാധിക്കാത്ത കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടല്ലേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ പരമാവധി സൂക്ഷിക്കുക എന്നർത്ഥം. തിരൂരങ്ങാടിൽ നിന്നും കുഞ്ഞു മുഹമ്മദ്. പരിശുദ്ധ ഖുർആനിൽ ചില അക്ഷരങ്ങളുടെ മുകളിലായി അറബി അക്ഷരങ്ങൾ കാണുന്നു. ഇതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. തജ്വീദ് എന്ന് പറയും. ആ നിയമങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ജീമ് കൊടുത്തിരിക്കുന്ന കണ്ടാൽ അവിടെ വഖഫ് നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യാൻ ജായിസാണ്. ലാമും അലിഫും കൊടുത്തിരിക്കുന്ന കണ്ടാൽ അവിടെ വഖഫ് ചെയ്യാൻ നിർത്താൻ പാടില്ല എന്നർത്ഥം. ഇതുപോലുള്ള നിയമങ്ങളാണ്. പണ്ഡിതന്മാരോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കുക.